ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചില്ലൻ ചൂ. അപ്പം നമ്മളിന്ന് യൂട്യൂബിൻ്റെ പേരാണ് ചില്ലൻ ചൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മാറ്റി കൊടുത്തു. അങ്ങനെ ഇനി നമ്മളിന്ന് ഒരു സൺഡേ ആണ് ഈ വ്ളോഗ് എടുക്കുന്നത്. ഇപ്പോൾ ആട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ തട്ടിക്കൂട്ട് നാരങ്ങ അച്ചാർ കേട്ടോ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഞാൻ കാണിച്ചു തരാം. പണ്ട് അമ്മമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ടൈപ്പ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നാരങ്ങയായാലും മാങ്ങയായാലും എന്തെല്ലാം, പക്ഷേ അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊരു തട്ടിക്കൂട്ട് പെട്ടെന്ന് അമ്മ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അതായത് ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ ഇതിൽ വെള്ളം അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഈ എണ്ണയുടെ ഇതെല്ലാം വെച്ചിട്ടാണ് ചെയ്യാറ്. സിർക്കയുടെ കുറച്ച് വെള്ളവും വേറെ ഞാനങ്ങനെ ചൂടുവെള്ളം അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തോളൂ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു തട്ടിക്കൂട്ടുന്ന അച്ചാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇന്നലെ കുറച്ച് നാരങ്ങ, വളരെ കുറച്ച് നാരങ്ങയെ കൊണ്ടുവന്നിട്ടുള്ളൂ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം നാരങ്ങയുടെ അച്ചാർ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ കൊണ്ടുവന്നപ്പം എന്നോട് പറഞ്ഞൊന്ന് ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇത് അമ്മമ്മേൻ്റെ ചെറിയ പൊടിക്കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അമ്മമ്മ കറക്റ്റ് ഉണ്ടാക്കുന്ന മെത്തഡ് ഞാൻ പിന്നെ കാണിച്ചു തരാം. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കടുക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു. എന്നിട്ട് കുറച്ച് ഉലുവ. ഇവിടെ ഉലുവ കുറച്ച് അത്യാവശ്യം നമ്മൾ ചേർക്കൂട്ടോ. നമ്മൾ ഉലുവ നല്ലതാട്ടോ ശരീരത്തിൽ. ഉലുവയുടെ ആ ഒരു അംശം ഉണ്ടെങ്കിൽ നല്ല കാല് കൈ ഒക്കെ നന്നായി വേദനയില്ലാതെ കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതിലോട്ട് നമ്മൾ അത് ചെയ്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഈ അച്ചാർ, ഈ നാരങ്ങയും ഉപ്പും പിന്നെ കുറച്ച് സുർക്കയും അച്ചാറിൻ്റെ പൊടിയിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടോ. സ്റ്റീൽ പാത്രത്തിലാണ് വെച്ചത്. അപ്പോൾ രാവിലെ ആ പാത്രം എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയാണ്. അപ്പം നന്നായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി സുർക്കയുടെ വെള്ളം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലുണ്ടായിരുന്ന മസാലയെല്ലാം കുറച്ചുകൂടി അതിലോട്ട് തന്നെ വരാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. ഓൾറെഡി നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ബാക്കി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിൻ്റെ മുന്നേ കുറച്ചുകൂടി എന്താ പറയുക, അച്ചാർ പൊടി കൂടി ചേർക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടുമ്പോൾ എനിക്കൊരു ഒരു കംഫർട്ട് തോന്നാറ്. പക്ഷേ സ്പൂണിന് വലിയൊരു ഇതെടുത്തിട്ടില്ല. അപ്പം എനിക്ക് ഓൾറെഡി സ്പൂണിലോട്ടാണ് എടുത്ത് കുരുമുളകിൻ്റെ പൊടി. ആദ്യം അമ്മമ്മ ചെയ്യുന്ന സമയത്ത് കുരുമുളക്, നമ്മൾ കുറച്ച് അരി, പിന്നെ കരിവേപ്പില, ഉലുവ ഇതെല്ലാം വെച്ച്, പിന്നെ നമ്മുടെ കായ ഉണ്ടല്ലോ, കായ എടുത്തിട്ട് നന്നായിട്ട് വറുത്ത് റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് പൊടിച്ചിട്ടാണ് ചേർക്കാറ്. ഇവിടെ ഞാനെല്ലാം പൊടിച്ച് വെച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ഒരു ബോളിൽ കായത്തിൻ്റെ പൊടിയുണ്ട്, കായമുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഞാനിങ്ങനെ എല്ലാം പൊടി ഇടുന്നതുകൊണ്ട് ഞാനിന്ന് കായത്തിൻ്റെ പൊടി തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സ്മെല്ലുള്ള കായത്തിൻ്റെ പൊടി കേട്ടോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് തീരാനായി സാമ്പാറെല്ലാം വെച്ചിട്ട് അപ്പോൾ ബാക്കി കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ കുറച്ചുകൂടി നല്ല ബെറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ ട്രഡീഷണൽ അമ്മമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റായിട്ടാണ് നല്ലത്. പക്ഷെ അത് കുറച്ചുകൂടി നാരങ്ങയൊക്കെ വേണം. അപ്പോൾ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും പരീക്ഷ നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്കും വലിയൊരു ഇഷ്ടമില്ലായിരുന്നു അച്ചാർ. പക്ഷെ ആ ഒരു അച്ചാർ കൂട്ടിയതിന് ശേഷം അമ്മയുടെ കൈപ്പുണ്യം ഭയങ്കര നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അതെനിക്ക് അമ്മമ്മ കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അത് കണ്ട് പഠിച്ച് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കുറേ ആയി അച്ചാർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നാരങ്ങ കിട്ടിയോണ്ട് അമ്മ പറഞ്ഞാണ് ഉണ്ടാക്കുന്നത്. അത് പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ക്രഷ് ചെയ്യാൻ എല്ലാം കൂടെ പഠിക്കുന്നത്. അവരവിടെ സൈഡിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ക്രഷ് ചെയ്യുമ്പോൾ നല്ല പൊടി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര ഉപ്പിട്ടാലും എനിക്ക് മതിയാവുന്നില്ല. ഉപ്പില്ല എന്ന്. കാരണം ഓൾമോസ്റ്റ് നാരങ്ങയ്ക്ക് ഒരു കയ്പുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൊണ്ട് ഞാൻ ഉപ്പ് ഇല്ലാതെ കുറച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. പിന്നെ ഈ കയ്പ് മാറാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ആ ഏരിയയിലെല്ലാം കുറച്ച് വെല്ലോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ അമ്മമ്മ അങ്ങനെ ചേർക്കുന്ന കണ്ടിട്ടില്ല. ചേർക്കാതെ തന്നെ കുറേ കഴിയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചീഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അത് കൂട്ടാനാണ് ടേസ്റ്റ്, ആ ഒരു മധുരത്തിൻ്റെ ഇല്ലാതെ തന്നെ. അപ്പോൾ നല്ല പുളിയില്ലാതെ നാരങ്ങനെ ഇത്രയും ഉപ്പൊക്കെ ഇട്ട് കേൾക്കുമ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഒരു കരിവേപ്പില എടുത്തിടാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ പേരും മഴ തന്നെ. അപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്ത് ഇത് ഓൾറെഡി ആ വെളിച്ചെണ്ണ എടുത്ത് വാട്ടിലായിരുന്നു കേട്ടോ. എന്നോട് വിട്ടുപോയി. അപ്പോൾ ഞാനിപ്പം ഈ അവസ്ഥയിൽ ചേർത്തത്. ഇങ്ങനെ ചേർത്താൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മറ്റേതാകുമ്പോൾ ഒരു പച്ചച്ചോ മാത്രം വാട്ടി കൊടുത്താൽ ഒരു ടേസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ടുപോലെ ചെയ്യുന്ന കേട്ടോ.
അടുപ്പിലേക്കൊന്നും മാറ്റില്ല. ക്രഷ് ചെയ്ത് അങ്ങനെ തന്നെ വയ്ക്കണം. കാരണം അപ്പുറത്ത് പണിക്കാരുണ്ടെങ്കിൽ പാത്രം എല്ലാം പോയിട്ട് എടുത്തു തരാൻ പറ്റുന്നില്ലായിരുന്നു. ജസ്റ്റ് വേഗം ഒന്ന് സൺഡേ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തിരുന്നതാണ് കേട്ടോ. അച്ചാർ അങ്ങനെ അച്ചാറൊന്നും കൂട്ടുന്നത് നല്ലതല്ല. പക്ഷെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന അച്ചാർ കഴിക്കുന്നത് കാരണം നമ്മുടെ ഹെൽത്തിന് നല്ല രീതിയിൽ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം സാധനങ്ങൾ ചേർത്തോടെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കൂട്ടും. പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് പതയ്ക്കാൻ വേണ്ടി വെക്കണം. അതായത് ഒന്ന് തിള വരണം. തിള വന്ന് ഇതൊന്ന് ചെറുനാരങ്ങ ഒന്ന് കുറച്ചൊരു വേവ് പോകുന്നതിനുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഉപ്പ് ഇടുക കേട്ടോ. എന്താണെന്നറിയില്ല, ഉപ്പ് ഇട്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല. ഉപ്പ് ഞാൻ വീണ്ടും ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഇനി അവസാനം എന്താവുമോ അന്നറിയില്ല. ഞാൻ എന്തായാലും ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഈ അടിയിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ആ സ്ഥലത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കണം. അതിങ്ങനെ എന്താ പറയുക, അടിയിൽ പിടിക്കാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നാരങ്ങയുടെ നല്ല മണം കേട്ടോ. ഈ സമയത്ത് തന്നെ കണ്ടോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി ഒന്നും വേണ്ട. കരിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ ഇടായിരുന്നു. ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. മഴയാണ്ട് പുറത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ അച്ചാറുണ്ടാക്കിയാക്കുന്നത് തട്ടിക്കൂട്ട് അച്ചാറാണ്. അതൊന്ന് ഉണ്ടാക്കിയാക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ചാനൽ ഫസ്റ്റ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും ഈ സമയത്ത് നല്ല മണ്ണിട്ട് അടുക്കളയിൽ പണിക്കാരടക്കം പറയുന്നത് നല്ല മണ്ണിട്ടോ എന്ന് പറഞ്ഞാൽ അച്ചാറിൻ്റെ അവർക്ക് അച്ചാർ വലിയ ഇഷ്ടപ്പെട്ട നല്ല മണ്ണിട്ടോ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. Take care. Bye.